എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ഹൈക്കോടതിയിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം. കേരള ഹൈക്കോടതിയുടെ കീഴിലുള്ള ഫാമിലി കോർട്ടുകളിലേക്ക് പ്രിൻസിപ്പൽ കൗൺസിലർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ കേരള ഹൈക്കോടതിയുടെ റിക്രൂട്ട്മെന്റ് പോർട്ടലായ hckrecruitment.keralacourts.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പ്രിൻസിപ്പൽ കൗൺസിലർ തസ്തികയിൽ നിലവിൽ 4 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 55,200 രൂപ മുതൽ 1,15,300 രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത്. നേരിട്ടുള്ള നിയമനമാണ് നടക്കുന്നത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. കൂടാതെ ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതുമാണ്. പ്രിൻസിപ്പൽ കൗൺസിലർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും സോഷ്യൽ വർക്കിലോ സൈക്കോളജിയിലോ ഉള്ള ബിരുദാനന്തര ബിരുദമാണ്. കൂടാതെ ഫാമിലി കൗൺസിലിങ്ങിൽ കുറഞ്ഞത് 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. വനിതാ ഉദ്യോഗാർത്ഥികൾക്കാണ് മുൻഗണന. 500 രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത്. SSC ST PWBD കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ല. ഇൻ്റർവ്യൂവും റിട്ടൺ ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലോ ആയിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. എഴുത്ത് പരീക്ഷയുടെ സിലബസായി വരുന്നത് ജനറൽ നോളജ്, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലോസ് റിലേറ്റിംഗ് ടു ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയർ, അനലിറ്റിക്കൽ എബിലിറ്റി, സോഷ്യൽ വർക്ക് ആൻഡ് സൈക്കോളജി എന്നിവയാണ് സിലബസ്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കേരള ഹൈക്കോടതിയുടെ റിക്രൂട്ട്മെൻറ്റ് പേജായ www.hckrecruitment.keralacourts.in ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരവരുടെ പ്രൊഫൈൽ പേജിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈനായും ഓഫ്ലൈനായും ഫീസ് അടയ്ക്കാവുന്നതുമാണ്. ഓഫ്ലൈനായി ഫീസ് അടയ്ക്കുന്നവർ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ചെല്ലാൻ ഡൗൺലോഡ് ചെയ്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏത് ബ്രാഞ്ചിൽ വേണമെങ്കിലും അടയ്ക്കാവുന്നതാണ്. ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ചെക്ക്, മണി ഓർഡർ, പോസ്റ്റൽ ഓർഡർ എന്നിവ സ്വീകരിക്കുന്നതല്ല. പരീക്ഷാ ഫീസ് റീഫണ്ട് ചെയ്യപ്പെടുന്നതുമല്ല. ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരപേക്ഷ മാത്രമേ സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഓൺലൈനായി ഫീസ് അടയ്ക്കേണ്ടതും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതുമായ തീയതി 15/1/2025 ആണ്. ഓൺലൈനായി ഫീസ് അടയ്ക്കേണ്ടതും അപേക്ഷ സമർപ്പിക്കേണ്ടതുമായ അവസാന തീയതി 5/2/2025 ആണ്. ഓഫ്ലൈനായി ഫീസ് അടയ്ക്കാൻ കഴിയുന്ന തീയതി 11/2/2025 മുതൽ 19/2/2025 വരെയാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അവരവരുടെ പ്രൊഫൈലിലൂടെ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് hckrecruitment.keralacourts.in ആണ്. കേരള ഹൈക്കോടതിയുടെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക. ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.